സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും സർക്കാർ സേവനങ്ങളും വികസന ഫലങ്ങളും തുല്യമായി ലഭ്യമാക്കി സാമൂഹ്യനീതിയോട് കൂടിയ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്ന വികസന കാഴ്ചപ്പാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കാര്യത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം തുടങ്ങിയ സമസ്ത മേഖലകളിലും ജനസംഖ്യ, പിന്നോക്കാവസ്ഥ, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം തുടങ്ങിയവ സമഗ്രമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നയസമീപനമാണ് ഈ സർക്കാരിൻ്റേത്. വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം മൂലമുണ്ടാകുന്ന പ്രാദേശിക അസമത്വങ്ങൾ പരിഹരിക്കുന്നതിന് അനുയോജ്യമായ പ്രായോഗിക നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതാണ്. കാസർഗോഡ്, വയനാട്, ഇടുക്കി, കുട്ടനാട് പാക്കേജുകൾ കാര്യക്ഷമമായി നടപ്പാക്കുകയും വികസനക്ഷേമ പ്രവർത്തനങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും മലബാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്കും തീരദേശ മലയോര മേഖലയിലെ ജനസമൂഹത്തിനും പര്യാപ്തമായ വിഹിതം ഉറപ്പാക്കുന്നതും ചെയ്യുന്നതാണ്. ആദിവാസി സമൂഹങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി, ഗവേഷണം, നൈപുണ്യ വികസനം, സാമൂഹ്യ സാമ്പത്തിക പരിവർത്തനം എന്നിവ ലക്ഷ്യമാക്കി വയനാട് ട്രൈബൽ സർവകലാശാലയും തദ്ദേശീയ വിജ്ഞാന മേഖലയും എന്ന പ്രധാന സംരംഭവും സർക്കാർ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇത് വയനാട് ഉൾപ്പെടെയുള്ള പിന്നോക്ക ജില്ലകളിലെ വിദ്യാഭ്യാസ ഗവേഷണ സാധ്യതകൾക്ക് പുതിയ ദിശ നൽകുന്നതാണ്. സാർ, ഈ സർക്കാരിൻ്റെ ആരോഗ്യ നയത്തിൻ്റെ ഭാഗമായി ട്രൈബൽ കെയർ യൂണിറ്റ്, കോസ്റ്റൽ കെയർ യൂണിറ്റ്, അതായത് ട്രൈബൽ മേഖലയിൽ ആരോഗ്യത്തിന് പ്രത്യേകമായ ട്രൈബൽ കെയർ യൂണിറ്റ്, തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ കോസ്റ്റൽ കെയർ യൂണിറ്റ്, ഇതെല്ലാം അനുവദിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഉന്നയിച്ച ആശങ്കകൾ സർക്കാർ വളരെ ഗൗരവമായിട്ടാണ് കൈക്കൊള്ളുന്നത്. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നോക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും എല്ലാ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ ജനസംഖ്യാടിസ്ഥാനത്തിലും സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മെമ്പർ ഉന്നയിച്ച കാര്യത്തിന് പരിഹാരം ഉണ്ടാവും. ചോദ്യം സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വളരെ സന്തോഷകരമായി കിട്ടുന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രിയോട് നന്ദി പറയുകയും അതോടൊപ്പം തന്നെ അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ സർ, ഈ മുഖ്യമന്ത്രി പറഞ്ഞ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നോക്ക പ്രദേശങ്ങൾക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും അവർ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് പിന്തള്ളപ്പെട്ടു പോയ കാരണങ്ങൾ പഠിച്ച് എത്രയും പെട്ടെന്ന് ഒരു കമ്മീഷനെ വെച്ച് പഠിച്ച് ആ കമ്മീഷന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമയബന്ധിതമായി സ്വീകരിക്കുമോ എന്നാണ് സർ എൻ്റെ ചോദ്യം. സർ, ബഹുമാനപ്പെട്ട അംഗത്തിന്റെ ചോദ്യം വളരെ പ്രധാനമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എത്രയും പെട്ടെന്ന് ഈ കമ്മീഷൻ രൂപീകരിച്ച് അതിൻ്റെ നടപടികൾ ആരംഭിച്ച് റിപ്പോർട്ട് സ്വീകരിച്ച് അതിനുള്ള പരിഹാരങ്ങൾ നടക്കുന്നതാണ്.